കാരണം അതുവരെയും വലിയ ആക്റ്റീവായിട്ട് കളിക്കാതിരുന്ന അവർ അതിനുശേഷം ഈ ലാലേട്ടൻ പോലും ലക്ഷ്മിയോട് വന്നത് ചോദ്യം ചെയ്തപ്പോൾ പല രീതിയിൽ പുള്ളിക്കാരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ മലയാളി എങ്ങനെയാണോ ആ ഒരു ഇതാണ്. മേ ബി ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ കളയാൻ പറ്റില്ല. അതില്ല, കാരണം ഇതുപോലെ ഞങ്ങൾ ലെസ്ബിയൻ ആണെന്ന് പറയുന്ന വ്യക്തികൾ അനുഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു ലക്ഷ്മിയുടെ ഒരു പരാമർശം. ആദിലയും നൂറയും നമുക്കറിയാലോ, നമ്മള് ഒരു ചർച്ച എടുത്തിരുന്നതാണ്. എനിക്ക് ഇത്തരക്കാരെ നോർമലൈസ് ചെയ്യാൻ പാടാണ്, എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇവിടെ കയറ്റില്ല. വലിയൊരു ചർച്ചയായല്ലോ. ആദിലേക്കും നൂറയ്ക്കും ചവിട്ടുപടിയാണ് കിട്ടിയത്. കാരണം അതുവരെയും വലിയ ആക്റ്റീവായിട്ട് കളിക്കാതിരുന്ന അവർ അതിനുശേഷം ഈ ലാലേട്ടൻ പോലും ലക്ഷ്മിയോട് വന്നത് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാതെ അവന് മനസ്സിലാക്കിയതായിരുന്നു. അതിനുശേഷം അവർക്കുണ്ടായ മാറ്റമെല്ലാം നമ്മൾ കാണുന്നത്. അവർക്ക് മാറ്റം ഉണ്ടായി, കൂടെയുള്ളവർക്ക് ഒരു മാറ്റം വന്നു. കൂടെയുള്ളവർക്ക് ഒരു മാറ്റം വന്നു എന്ന് പറയാൻ കാരണം ഷാനവാസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭാഷണം. ഷാനവാസ് കിടക്കുന്നു, അതെ, അതിൽ അവിടെ വന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ചേച്ചി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ഒരു ഷോ കാരണം പലരുടെയും ചിന്താഗതി ഒരുപാട് മാറിയല്ലോ. കാരണം ഷാനവാസിനെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു ആക്ടർ ആണെങ്കിൽ പോലും ഒരു നാട്ടിൻ പുറത്തുകാരനാണ്, ഒരു സാധാരണക്കാരനാണ്, സാധാരണ മനുഷ്യരുടെ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഒരു ആക്ടർ ആണെങ്കിൽ പോലും ഷാനവാസിൻ്റെത്. കാരണം നമുക്ക് ബിഗ് ബോസിലെ പല രീതിയിൽ പുള്ളിക്കാരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ മലയാളി എങ്ങനെയാണോ ആ ഒരു ഇതാണ്. പക്ഷേ ആദിലയോട് പറയുന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി ചേച്ചി. കാരണം മറ്റൊന്നുമല്ല, പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ ഒരു വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും, മക്കളെ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ അവർക്കത് ഓക്കെ അല്ല, അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കുവാണെങ്കിൽ എൻ്റെ ചോരയല്ലേ ഞാനത് അക്സെപ്റ്റ് ചെയ്യുമോ. തീർച്ചയായിട്ടും അതൊരു കയ്യടി അടിക്കും, ഒരു കയ്യടി പറഞ്ഞെങ്കിൽ പോലും ഒരു പക്ഷേ ഇത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് നമുക്കായിരുന്നു, ഇപ്പം അതിലെ പറയുന്നത് പോലെ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മാത്രമേ അതിന്റെ ഡെപ്ത് എത്രയാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ. നമ്മള് ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ ആക്കുമ്പോഴേ അതിന്റെ വേദന എത്രയുണ്ടെന്ന് അറിയില്ല, അത് എത്ര വേദനയാണെന്ന് സ്വന്തമായിട്ട് നോക്കുമ്പോഴായിരിക്കും ആ ഒരു വേദന അറിയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ട് എന്തുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ലക്ഷ്മിക്ക് എന്തുകൊണ്ട് നോർമലൈസ് ചെയ്തുകൂടാന്ന് അതെ നമ്മൾ പറയുന്നെങ്കിൽ പോലും മേ ബി ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ കളയാൻ പറ്റില്ല. അതില്ല, കാരണം നമ്മൾ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് ഇല്ലേ, നമ്മളാണ് അവരെ ഭൂമിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവര് തെറ്റ് ചെയ്താൽ തിരുത്തി കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവരുടെ നമുക്ക് ഒന്നും അവരതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉൾക്കൊള്ളാനേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. പല രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇന്ന് സമൂഹത്തിലുണ്ട്, പല രീതിയിൽ. പക്ഷെ അവർക്കും നമ്മളെ പോലെ ഇവിടെ ജീവിക്കാനുള്ള നമ്മൾ ആരെയും മോശക്കാരായിട്ട് കാണരുത്. കാരണം നമ്മളെല്ലാവരും മനുഷ്യജീവികളാണ്, ദൈവം ഭൂമിയിലോട്ട് അയച്ചേക്കുന്നതാണ് നമ്മളെ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സഹജീവികളോട് ഒരല്പം അനുകമ്പ അല്ലെങ്കിൽ കരുണ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ കാണിച്ചു പോകണമെന്നുള്ളതാണ്. ഇത് ഞാൻ നിങ്ങളോട് ഭംഗിവാക്ക് പറയുന്നതല്ല. കാരണം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ൂറയുടെയൊക്കെ ആ ഒരു സംഭവം, അവരുടെ ജീവിതകഥയൊക്കെ പറഞ്ഞ സമയത്ത് അവർ എന്താണ് അനുഭവിച്ചതെന്ന് നമുക്കിപ്പോ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും വ്യക്തി പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. അതിന്റെ ഒരു 10-1 ഇനി ഒരു ഇതുപോലെ ഞങ്ങളെ ലെസ്ബിയൻ ആണെന്ന് പറയുന്ന വ്യക്തികൾ അനുഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആദിലയുടെയും നൂറയും ഉണ്ടാകാം. നമ്മുടെ കൺമുന്നിലോട്ട് വന്നത് ഇവരാണ്. അവർ പറയുന്നത് കേട്ടപ്പോൾ നമ്മള് സത്യം പറഞ്ഞ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പല സമയങ്ങളിൽ. അങ്ങനെയാണ് പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ പാരന്റ്സിനോട് ഒരു വാക്ക്, നമ്മുടെ മക്കളാണ് അവര്, ഇത് അവരായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മുടെ കപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ആണും പെണ്ണും വിവാഹം കഴിച്ചിരുന്നാലും ഒരു സ്വരചേർച്ചയില്ലാതെ തെറ്റി പിരിഞ്ഞു പോകുന്ന ഒരുപാട് ഒരു പെണ്ണിനും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ ഞാൻ പറയട്ടെ, അവർക്ക് അത് നല്ലതെന്ന്
കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതായിരുന്നാൽ പോലും നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ പണം ഉണ്ടാക്കുന്നതായിരുന്നാൽ പോലും നമ്മുടെ സന്തോഷം തന്നെയാണ്. മോഷ്ടിക്കുന്നവനാണെങ്കിൽ പോലും എന്തിനാണ്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്ന ഭൂമിയിൽ. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിനാണ്. നമ്മൾ എന്താണ് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്? ഇപ്പം നമ്മൾ നമ്മുടെ കണ്ടന്റിൽ നിന്ന് വിട്ട് മാറി പോകുന്നതല്ല, പറഞ്ഞു വന്നതിന്ന് അതിൽ കൂടെ പറഞ്ഞു പോകുന്നതാണ് സാധാരണ മനുഷ്യരുടെ. അതായത് ആദിലയുടെയും നൂറയുടെയും വീട്ടുകാർ അവരെ അംഗീകരിക്കുന്നില്ല, പുറന്തള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട്. നമ്മളിപ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നു, അമ്മയും അച്ഛനെ ഒന്നും കാണാതെ. ഇപ്പോൾ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ ആ വില അറിയാം. എന്താ എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, പക്ഷേ പലപ്പോഴും ഞാനിരുന്ന് ഒരുപാട് സത്യം പറഞ്ഞാൽ ഫീലിംഗ് ആവാറുണ്ട്. കാരണം അമ്മ അച്ഛൻ എന്നൊക്കെ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് അതൊരു എന്ത് പറയാനായിട്ട് ഇനി നമുക്കത് കിട്ടില്ല. അപ്പോൾ ഈ ആദിലയുടെയും നൂറയുടെയും പാരൻസിനോട് എനിക്കൊരു റിക്വസ്റ്റാണ്. ഒരിക്കലും നമ്മൾ അവരെ പറയുന്ന അടിച്ചേൽപ്പിക്കുന്നതൊന്നുമല്ല, നമ്മുടെ മക്കളാണ്. അതെ. പക്ഷെ എന്നാലും ഒന്ന് ആലോചിക്കുക, നമ്മുടെ മക്കളാണ്. അവർ മനഃപൂർവ്വമായിട്ട് ഇത് തിരഞ്ഞെടുക്കുന്നതല്ല. അത് അവരുടെ അവർ ജനിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഹോർമോണിന്റെ ഒരു ഇതില്. അപ്പോൾ നമ്മൾ ഒന്നും പറയരുത്. അപ്പം നിങ്ങൾക്ക് അവരെ തള്ളിക്കളയാൻ തോന്നുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പ്രസവിച്ച് താലോലിച്ച് കൊണ്ട് നടന്ന് ഒരുപാട് വളർത്തിയ കുട്ടികളല്ലേ അത്. നൂറയുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. പിന്നെ അപ്പം നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ വിളിച്ച് വീട്ടിൽ ഇരുത്തണോ അങ്ങനെ ഒന്നും പറയണ്ട. പക്ഷെ അവരെ തള്ളിക്കളയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഇത്. കാരണം മക്കളല്ലേ, തെറ്റ് ചെയ്താൽ നമ്മൾ തിരികെ കൊണ്ടുവരിക. വീണ്ടും ഇതിപ്പോൾ തെറ്റായിട്ടെന്ന് പറഞ്ഞാൽ അവർ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയല്ല, അവരുടെ ഹോർമോൺ അതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, എല്ലാവരും അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് വേറെയും കുട്ടികളില്ലേ ഇതിൽ, അവരിങ്ങനെ പോയില്ലല്ലോ. അപ്പോൾ അത് ആലോചിക്കുക, അവരുടെ ഹോർമോൺ ചേഞ്ച് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരുമിക്കാനുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് കാണാനെങ്കിലും വരാനുള്ളതായിരുന്നു. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇരുന്ന് ഈ ഷോ കാണുമെന്നുള്ളത് നമ്മളും വിശ്വസിക്കുന്നുണ്ട്. കാണാതിരിക്കത്തില്ല, കാണും. പക്ഷേ നമ്മൾ നമ്മൾ പറയാം, ഞാൻ എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. തീർച്ചയായും അത് ഉള്ളിൽ വെച്ച് എനിക്ക് അവരോട് ഇഷ്ടമുണ്ട്. പക്ഷെ സ്നേഹം നമുക്ക് എപ്പോഴും പുറത്ത് നമ്മൾ കാണിക്കാനുള്ളതാണ്. എന്നാലും നമുക്ക് ഒരു വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ അതുല്യക്ക് എന്നോടൊരു സ്നേഹവും ഇതുണ്ട്, പക്ഷെ അതുല്യ മനസ്സിലേ വെച്ചേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഒരു കാര്യമില്ല, ഒന്നുമില്ല. എപ്പോഴും ഞാൻ ഒന്ന് പറയട്ടെ, ഒരു കുഞ്ഞ് വീണു, അതിന് കാലൊന്ന് മുറിഞ്ഞു, അപ്പോഴും നമ്മൾ ഓടിച്ചെന്ന് അതിനെ എടുത്തൊന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ കുഞ്ഞിനാണെങ്കിൽ നമുക്ക് ആ കുട്ടി വീഴുന്ന വീഴ്ചയുടെ വേദന പോലും മറന്നു പോകും. തീർച്ചയായും. അപ്പൊ ആ സ്നേഹം അപ്പോഴും. അല്ലെങ്കിൽ വീണോ കുറച്ച് കഴിയട്ടെ, 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് എടുത്ത് വെച്ച് താലോലിക്കാം, ഒരർത്ഥവും ഇല്ല, ഇല്ലേ? നമുക്ക് ആ വേദന കിട്ടിയ ഒരു സമയത്ത് ആശ്വസിപ്പിക്കാൻ ഒരാൾ അടുത്തുള്ളതും നമ്മളും പ്രതീക്ഷിച്ചു. സഹോദരങ്ങളെങ്കിലും ഐക്യമൊന്നും ഈ വാശിയും വൈരാഗ്യമൊന്നും നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല ഭൂമിയിൽ നിന്ന്. വാശിയും വൈരാഗ്യങ്ങളൊന്നും വേണ്ട. പിന്നെ അവരുടെ ഫാമിലി മാറ്ററിലോട്ട് നമ്മൾ കടന്നു ചെല്ലുന്നതല്ല, ഓരോരുത്തരുടെ പേഴ്സണൽ, അതൊക്കെ അവരവരുടെ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ ഷാനവാസ് ഒരു മൂന്നാം വ്യക്തിയാണ് അല്ലേ? അവർ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് വെച്ച് കാണുന്നത്. ഈ ഇതിനു വേണ്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കി പറയുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും എനിക്കും അറിയില്ല എന്താണെങ്കിൽ പോലും അത് പറയാൻ തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ. അതല്ലേ അവൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയാണെങ്കിൽ പറയും, നിങ്ങളെ ഞാൻ അതുപോലെയാണ് കാണുന്നത്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദിലയും നൂറയും ഞാനും കുറ്റമൊന്നും പറയുന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. എപ്പോഴാണ് ആർക്ക് എന്ത് ചേഞ്ച് വരുന്നതെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. അപ്പോൾ ആരും കളിയാക്കരുത് ഭൂമിയിൽ. മനുഷ്യരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ വെറുതെ കളിയാക്കിയിട്ടുള്ള സമയം ഒരു അടുത്ത നിമിഷം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ സഹജീവികളോട് സ്നേഹം, ഇതിപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞ് നിങ്ങളെന്ന് ഉദ്ധരിപ്പിക്കാനുള്ളവരൊന്നും ആയിട്ടില്ല. നമ്മുടെ ചെറിയ മനസ്സിൽ നിന്നും അല്ലേ തോന്നുന്ന ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ആദിലയോടും നൂറയോടും കാണിക്കുന്ന ആ ഒരു സ്നേഹം ചിലപ്പോൾ ഒരു പക്ഷേ എന്തോന്നു ഷാനവാസ് കാണിക്കുന്ന സത്യമായിരിക്കാം. അതെ. എന്തായാലും ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ ഷാനവാസിന് തോന്നിയതുപോലെ ഈ ബിഗ് ബോസ് കണ്ടെങ്കിലും ഒരുപാട്, കാരണം ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ആദിലയും നൂറയും മാത്രമായിരിക്കത്തില്ല, ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരുപാട് പേരുണ്ടായിരിക്കും. അവരുടെയൊക്കെ പാരന്റ്സ് ഇത് കാണുകയാണെങ്കിൽ ഷാനവാസിന് തോന്നിയ ഒരു മാറ്റം അവർക്ക് തോന്നട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇതിനി ഇതൊരു PR വർക്കിലോട്ട് നിങ്ങൾ കൊണ്ടുപോകരുത്. ഞങ്ങളിപ്പോൾ ഷാനവാസ് പറയുന്ന നല്ല കാര്യം ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം അത് നമുക്ക് ഫീൽ ചെയ്തു, ഇന്നലെ നന്നായിട്ട് ഫീൽ ചെയ്തു ഇല്ലേ? ഒരുപാട് എന്ത് പറഞ്ഞാൽ ചില സമയം നമ്മൾ ഒരുപാട് നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഭൂമിയിൽ മനുഷ്യൻ്റെ അവസ്ഥയും കാര്യങ്ങളൊന്നും ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കണ്ണു നിറയും ചില സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ മനുഷ്യർ എന്ത് പറയാനായിട്ട് ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയ ചരിത്രമുണ്ടോ?
ഒന്നും കൊണ്ടുപോകാനില്ല. എല്ലാം നമുക്ക് എന്ത് പറയാം, പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ച ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ്, കൊണ്ടുപോകാനൊന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തു പോകാൻ ഏറെയുണ്ട് നമുക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം, അല്ലേ? കൊടുത്തു പോകാൻ നമുക്ക് ഏറെയുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്, നമുക്ക് ആ ഒരു സഹായമുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും ആദിലയും നൂറയും പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. നിങ്ങൾക്കൊപ്പം എല്ലാവരും ഉണ്ട്, മനസ്സിന് വേറെ വിഷമമൊന്നും വിചാരിക്കേണ്ട, അല്ലേ? എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ.